വെഡിങ് ആനിവേഴ്സറിയിലെ ഗുരുവായൂർ ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വരും വഴി ഭക്ഷണം കഴിക്കാൻ കയറിയത് നമ്മുടെ അങ്കമാലിയിലുള്ള പാരഗണിലായിരുന്നു കേട്ടോ. അപ്പോൾ അതിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. ഹായ്, ഞാൻ അശ്വതി. എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം. ബിരിയാണി അതൊരു വികാരം തന്നെയാണ് അല്ലേ. ഞങ്ങൾ പാരഗണിൽ അകത്ത് കയറി സീറ്റ് പിടിച്ചപ്പോഴേക്ക് ആശാൻ വണ്ടിയൊക്കെ ഒതുക്കി വന്നപ്പോൾ ഇച്ചിരി നേരം വൈകി. ഓർഡർ കൊടുത്ത് എൻ്റെ ആദിക്കുട്ടൻ്റെ ഇതുപോലത്തെ ഡുവൽ പേഴ്സണാലിറ്റി, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഒക്കെ കണ്ടുകൊണ്ട് കുറച്ച് നേരം ഇരിക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ ആ ചില്ലുകൂട്ടിലുള്ള സാധനങ്ങളൊക്കെ ഹടാതങ്ങ് ആകർഷിച്ചു. ഒരുപാട് നമ്മുടെ നാടൻ പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ചില്ലുകൂട്ടിൽ. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ ബിരിയാണി മുന്നിലെത്തി. ഒരുവിധം നല്ലൊരു ബിരിയാണി പ്രാന്തിയാണ് ഞാൻ കേട്ടോ. ഏത് നേരം ഇത് കിട്ടിയാലും ഞാൻ കഴിക്കും. പാരഗണിലെ ബിരിയാണി എന്നൊക്കെ പറയുന്ന ഒരു വികാരമല്ലേ. പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇതിനൊന്നൊരു പഞ്ഞുമില്ലായിരുന്നു. കോഴിക്കോട് പോകണോ, കോഴിക്കോടേക്ക് പോകാം, ദാറ്റ്സ് ഓൾ. എന്നാൽ താമസം മാറി തൊടുപുഴയിൽ വന്നേ പിന്നെ ബിരിയാണിക്ക് ഒരുവിധം പഞ്ഞം തന്നെയാണ് കേട്ടോ. നല്ല ബിരിയാണി കഴിക്കാൻ ഒന്നല്ലെങ്കിൽ കോട്ടയ്ക്കിൽ വീട്ടിൽ വന്നിട്ട് അമ്മ ഉണ്ടാക്കി തരണം, ഇല്ലെങ്കിലോ നമ്മൾ ഏതെങ്കിലും സെലക്റ്റീവായിട്ടുള്ള കടകൾ മലപ്പുറത്ത് വന്നിട്ട് കഴിക്കും, ഇല്ലെങ്കിൽ ഇതുപോലെ കോഴിക്കോട്ടേക്ക് വെച്ച് പിടിക്കും. അതിലും കോഴിക്കോട് പോയിട്ട് കുറേ നാളായിരുന്നു. പാരഗൺ ബിരിയാണിയൊക്കെ ഒരുവിധം രുചി എപ്പോഴും നമ്മുടെ നാവിൻ്റെ തുമ്പത്തിരിക്കും. അങ്ങനെ മൂപ്പരോട് ഞാൻ പറഞ്ഞു, എനിക്ക് ആ എക്സ്പ്രഷൻ ഒന്ന് തരണേ എന്ന്. എവിടെ ഒരു എക്സ്പ്രഷനും എനിക്ക് കിട്ടിയില്ല കേട്ടോ, ചോദിച്ചു മേടിക്കേണ്ടി വന്നു. കുറേ നേരം ക്ഷമയോടെ ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. പിന്നെ എൻ്റെ ആദിക്കുട്ടിയുടെ ഊഴായി. എന്നെ എടുത്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാൽ ശരി, എന്നാൽ എൻ്റെ കുഞ്ഞ് കഴിക്കുന്നതും കൂടെ കാണിച്ചു തരാം എന്നും പറഞ്ഞ് എടുത്തിങ്ങനെ ഫോണും പിടിച്ച് നോക്കിയപ്പോൾ അദ്ദേഹം ചുമ്മാ പെട്ടെന്ന് തിന്നാനുള്ള പരിപാടിയൊന്നും ഇല്ല. ഒന്ന് എടുത്ത് ഒരു പീസ് വെച്ച് പിന്നെ അതിൻ്റെ മേലെ പപ്പടം വെച്ച് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു ആദിക്കുട്ടൻ്റെ സ്ലോ മോഷൻ. അപ്പോൾ അത് ഇച്ചിരി ഫാസ്റ്റ് ആക്കാമെന്ന് ഞാനും ഒന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വേണ്ട എക്സ്പ്രഷൻ കിട്ടിയത് എൻ്റെ ആദിക്കുട്ടി കഴിക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവിടെ വോയിസ് കൊടുക്കാതെ അവളുടെ വോയിസ് തന്നെ അങ്ങ് കൊടുത്തേ. അപ്പോൾ വളരെ സന്തോഷത്തോടെ പാരഗൺ ബിരിയാണി അടിച്ച് ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞു. എനിവേ ബൈ.